ഒരു വണ്ടി ബോധപൂർവം അവർ മുന്നിൽ പോയിരുന്ന് ഇവരോട് ബഹളം വെച്ചതാണോ? അങ്ങനെ ആ ഡ്രൈവറോട് ഒരു മുൻവൈരാഗ്യമൊന്നും ഇല്ലല്ലോ. ആ ഡ്രൈവറോടോ അല്ലെങ്കിൽ KSRTCയോടോ ഒരു മുൻവൈരാഗ്യവും ഇല്ല മേയർക്ക്, സച്ചിനും ഇല്ല. ആ സമയത്ത് അവർക്ക് ഉണ്ടായ വലിയ പ്രയാസം, ആ പ്രയാസത്തിലുള്ള ഒരു സ്വാഭാവികമായ പ്രതികരണം, ആ പ്രതികരണത്തിൽ അവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവരടിക്കാനോ അവരെ കൂടെ കുറച്ച് ആളുമുണ്ട്, 3-4 പേരില്ല വാഹനത്തിൽ, അവരെ മർദ്ദിക്കാനോ ഒന്നും പോയില്ലല്ലോ, സംസാരിക്കാണ്. നമ്മളൊക്കെ സംസാരിക്കാറില്ല അങ്ങനെ? ഈ വാഹനവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം റാഷ് ഡ്രൈവിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സംസാരിക്കാറുണ്ട്. ആ സംസാരത്തിനിടയിൽ അവർ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, ഇത് അവർ പുറത്തു വിട്ടല്ലോ, അവർ തന്നെ ചോദ്യം തുടങ്ങുന്നത് എങ്ങനെയാ? എന്താണ് ആംഗ്യം കാണിച്ചത് എന്നല്ലേ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പിന്നെയും ഇത് ഒരു ഭാഗത്ത് മേയർ ഒരു 5 വർഷത്തെ ഇനിയും ഒരു 2 വർഷത്തെ കാലയുള്ള പോസ്റ്റല്ലേ, ഞങ്ങളുടെ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ളൊരു പെൺകുട്ടിയല്ലേ, എന്തിനാണ് ഇങ്ങനെ അവരെ ആക്രമിക്കുന്നത്? എന്ത് വൃത്തികെട്ട രീതിയിലാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇങ്ങനെ പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നത്? അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനെ മാധ്യമങ്ങൾ 1-2 വാർത്ത പടച്ചു കൊടുക്കും, എന്നിട്ട് അത് ഏറ്റുപിടിച്ച് വലിയ രീതിയിൽ ഇവിടെ ഈ സൈബർ എന്ന് പറയുന്ന ലോകത്ത് കോട്ടയം കുഞ്ഞച്ചന്മാരെ ഇറക്കിയിട്ട് ഈ കോൺഗ്രസിന്റെ ഈ വ്യാജന്മാർ അങ്ങ് വിലസുക, എന്തും പറയുക, എന്തും പ്രചരിപ്പിക്കുക. എത്രയെന്ന് വെച്ചിട്ടാ പരാതി കൊടുക്കുക? CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും DYFIയുടെയും ഒക്കെ ഭാഗമായി നിൽക്കുന്നവർക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഈ പൊതു മാധ്യമത്തിലൂടെ വരുന്നത്? കാണുന്നില്ലല്ലോ. അതിന് സൗകര്യപ്പെടുത്തി കൊടുക്കുന്ന ജയശങ്കരന്മാർ ഇവിടെ ഉണ്ടാവുക, അത് കാണുന്നില്ലേ? ഈ ജയശങ്കരന്റെ വീഡിയോ നിങ്ങളൊന്ന് കേൾക്ക്. എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് ഇദ്ദേഹം പ്രതികരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ ഞങ്ങൾക്കൊക്കെ ചാർത്തി തരുന്ന പട്ടം അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ ബോംബുണ്ടാക്കി ഗുണ്ടാപ്പടാം അതൊക്കെയാണ് നിങ്ങൾക്ക് ചാർത്തി തരുന്നത്. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ശേഷിയോ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ജനാധിപത്യത്തെ കയ്യിലെടുക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇമ്മാതിരി വർത്താനം പറയുന്ന ജയശങ്കരന്മാരെ ഞങ്ങൾ വെറുതെ വിടുവോ? ഞങ്ങളാരും അതിന് മെനക്കെടുന്നില്ലല്ലോ. ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ഇവരെയൊക്കെ പ്രതിരോധിക്കുന്നത്. പക്ഷെ നിങ്ങൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ പോലും ഇടതുപക്ഷക്കാരാണെങ്കിൽ അവർ വേട്ടയാടപ്പെടണം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് പോകുന്നത് സങ്കടകരമാണ്. അതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകണം. ആര്യ ഒരു പെൺകുട്ടിയാണ്, അവരുടെ ആ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള നടപടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ നിൽക്കേണ്ടത്. അല്ലാതെ അവിടെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് തരത്തിൽ തോന്നിക്കുന്ന തരത്തിൽ ഒരു സെൻസേഷൻ ഉണ്ടാക്കാനുള്ള ഒരു വല്ലാത്ത ശ്രമമുണ്ട്. അത് അവസാനിപ്പിക്കണം. അത് ശരിയല്ല. നമുക്ക് മെയ് 4 കഴിഞ്ഞിട്ട് ജൂൺ 4 കഴിഞ്ഞിട്ട് ബാക്കി പറയാം ആരാ പരാജയപ്പെടുന്നു എന്നുള്ളത്. പെട്ടിക്കകത്തല്ലേ നമ്മളിപ്പോ വടകരയിൽ മാത്രമേ ഞങ്ങൾ പരാജയപ്പെടുന്നാണോ നിങ്ങൾ കണക്കൂട്ടൽ? അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടോ? വടകരയിൽ മാത്രം LDF പരാജയപ്പെടും എന്നാണോ? അങ്ങനെയുണ്ടോ? അല്ല, നിങ്ങളെ സർവേ ഒക്കെ നിങ്ങളാ നടത്തിയത്. എല്ലാ 20 മണ്ഡലവും അഭിമാന പോരാട്ടമാണ്. ഈ നാടിനകത്തെ നുണപ്രചാരകരെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളും ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് കിട്ടുന്ന അംഗീകാരവുമായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത്. 20 മണ്ഡലത്തിലും ഞങ്ങൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് വടകര അതിനകത്തൊന്നുമില്ല. വടകരയിൽ ഈ പറയുന്ന വ്യാജന്മാരെല്ലാം കൂടി ഇരുന്ന് നുണപ്രചരണം നടത്തി ഒരു നാടിനെ ആകെ മലീമസമാക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒരു ക്യാമ്പയിൻ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതായി. അപ്പൊ തന്നെ അവരാണോ തോൽവി വഹിക്കുന്നത്? അതെ, UDF നടത്തും. അത് പിന്നെ കള്ളൻ എന്ന് വിളിച്ച് ഓടുന്നത് പോലെ ആയിരിക്കും അവരുടെ രീതി. നമ്മുടെ മുമ്പിൽ ഇപ്പൊ പിടിക്കപ്പെട്ട പ്രതികളുണ്ട്. മുസ്ലിം ലീഗിന്റെയും UDFന്റെയും നേതാക്കന്മാരാണ്. പിടിക്കപ്പെട്ട പ്രതികളുണ്ട്, നമ്മുടെ കയ്യിൽ സ്ക്രീൻഷോട്ടുകളുണ്ട്, എല്ലാം നിങ്ങളുടെ കയ്യിലുമുണ്ട്. അങ്ങനെ വ്യക്തമായ പ്രചരണം നടത്തിയതാണ്. ആ പ്രചരണത്തിനെതിരെയാണ് ഞങ്ങൾ ക്യാമ്പയിൻ എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, 20 മണ്ഡലത്തിലും ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ഒന്നാണ്. ഒരു പ്രത്യേക മണ്ഡലത്തിൽ മാത്രം വേറെ രാഷ്ട്രീയമൊന്നുമില്ല. എല്ലായിടത്തും ഒരേ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കൈ ഉണ്ടാകാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. അതിന് എന്നെ ചുമതലപ്പെടുത്തിയത് മലപ്പുറത്താണ്. മലപ്പുറത്ത് നന്നായി ഞാൻ എൻ്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ആ രാഷ്ട്രീയം ജനങ്ങൾ ഉൾക്കൊള്ളുകയും ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും, എന്നെ വിജയിപ്പിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം പ്രചരിച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ അത് വ്യാജമാണെന്നാണ്
യൂത്ത് കോൺഗ്രസും ഈ ഷാഫിയും ഈ രാഹുലും ഒക്കെ മൊത്തത്തിൽ വ്യാജമാണല്ലോ. അവർ പിന്നെ ഈ വ്യാജമായി തന്നെയാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സംസാരത്തിലൊന്നും ഈ നാട്ടിൽ ഒരു പ്രസക്തിയില്ല, ഒരു വിലയുമില്ല. എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് ഇവർ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. താൻ പ്രസിഡന്റ് ആയിരുന്നതിന് ശേഷം തൊട്ടടുത്ത ആൾ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ഇദ്ദേഹം ചെയ്തതിനെ കുറിച്ചൊക്കെ അവരുടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെയുള്ള അഭിപ്രായങ്ങൾ എന്താ നമുക്കറിയുന്നതല്ലേ. അതുകൊണ്ട് ഇവരുടെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ അവിടെ ഇത് മാത്രമല്ലല്ലോ, പോലീസ് ഇടപെടൽ നടത്തി പിടിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇത് മാത്രമല്ല, എത്രയെത്ര ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു വാർത്ത, അതിൽ ടീച്ചർ നടത്തിയ സംസാരത്തെ വക്രീകരിച്ചില്ലേ, നമ്മൾ കണ്ടതല്ലേ, നമുക്ക് ബോധ്യമുള്ളതല്ലേ. പിന്നെ ടീച്ചർ നബിയെ അപമാനിക്കുന്നു എന്നുള്ള പ്രസംഗം, കാന്തപുരത്തിന്റെ പേരിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയില്ലേ, അവർ തന്നെ പരാതി കൊടുത്തില്ലേ. ലെറ്റർ പേഡിൽ ഇങ്ങനെ ഇന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവരുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഗ്രൂപ്പിലേക്ക് അയച്ച ആ ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് സഹിതം ഞങ്ങളുടെ അടുത്തുണ്ട്. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തരാം. പോലീസിലും ഹാജരാക്കിയിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചതല്ലേ. ഇങ്ങനെ നുണകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കല്ലേ ഒരു വ്യാപകമായി. ഒരു സൽമാൻ, അദ്ദേഹത്തിൻ്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നോക്കി, എത്ര ഹീനമാണ്, എത്ര വൃത്തികെട്ടതാണ്. പേരാമ്പ്രയിലെ നേതാക്കന്മാരല്ലേ, അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരല്ലേ, ന്യൂമാഹിയിലെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി അല്ലേ മറ്റൊരു പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് ഒക്കെ ഇതുപോലെ മട്ടന്നൂരിലെ UDFന്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ്. ഇവരൊക്കെ അറിയാതെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ അങ്ങ് ഫോർവേഡ് ചെയ്തതാണോ? ഇതൊക്കെ വെൽ പ്ലാൻഡ് ആണ്. ഇതിപ്പോൾ നമ്മൾ അറിഞ്ഞതല്ലേ. ഇത്രയൊക്കെ അറിയാത്തത് എത്രയൊക്കെ ഉണ്ടാകും. ഏതൊക്കെ വീട്ടിൽ കയറി എന്തൊക്കെ ഇവർ പറഞ്ഞു കാണും, ഏതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇവർ പ്രചരണം നടത്തി കാണും. ഇത് ഞങ്ങൾക്ക് വിവരം തരുന്ന ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആളുകൾ ഉണ്ടായതുകൊണ്ട് മാത്രമല്ലേ നമ്മൾ അറിയുന്നത്. അല്ലേ നമ്മൾ അറിയില്ല. ഇപ്പൊ ഞാൻ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, നമുക്കറിയാലോ അവിടെ വന്ന 1-2 പ്രചരണങ്ങളൊക്കെ. ഇവർ ബോധപൂർവം എല്ലായിടത്തും ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കൂടുതൽ കാരണം വ്യാജ നേതൃത്വമാകെ അവിടെ ഉള്ളത് കൊണ്ട് വലിയ രീതിയിൽ വ്യാജ പ്രചരണത്തിന് വടകരയെ അവർ കേന്ദ്രമാക്കി. ഇത് ഇനിയും ആവർത്തിച്ച് ഇതിന് ഒരു പിന്തുണ ഈ പൊതുസമൂഹം കൊടുത്തു പോകുന്ന സ്ഥിതി, അല്ലെങ്കിൽ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ കേരളത്തിലാകെ ഈ വ്യാജന്മാർ വിലസും. അതുണ്ടാകരുത്. ഈ വ്യാജന്മാരുടെ വിലസൽ അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. വടകരയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഈ ക്യാമ്പയിനിന്റെ പിന്നിൽ അണിനിരക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ വോട്ടിന് വേണ്ടിയല്ല, നാടിന്റെ സ്വൈര ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്.